കേരള സംസ്ഥാന അവാർഡിന് യോഗ്യത ഉള്ളൊരു ചിത്രമാണോ ആടുജീവിതം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് അനുകൂലമായ മറുപടി ആയിരിക്കില്ല എൻ്റേത്. ഇതിലെ മൂലകഥ എന്ന് പറയുന്നത് ആടിൻ്റെ ഉള്ള സഹജീവിതവും അതിൻ്റെ മുതലാളിയും ആ ജീവിതത്തിൻ്റെ ഒരുപാട് വശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ലഘൂകരിച്ചാണ് ഈ പടത്തിൽ കാണിക്കുന്നത് തന്നെ. നോവലിൽ പറയാത്ത ഭാര്യമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റും അവിടെ പ്രേമരംഗവും സാധാ ഒരു പടത്തിൻ്റെ പ്രേമരംഗം പോലുള്ള ഒരു പിന്നണി പാട്ടും വളരെ ലഘൂകരിച്ച് കണ്ടു. അതൊക്കെ തനിയൊരു സിനിമ അങ്ങനെ തട്ടിക്കൂട്ടി എന്നുള്ളതാണ് സംഭവം. പൃഥ്വിരാജിൻ്റെ മേക്കപ്പ് പോലും ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് വേഷം കെട്ടിയ മാതിരിയുള്ള ഒരു രൂപമായി പോയത്. ബ്ലെസ്സിനെ പറഞ്ഞു മറ്റേ നമ്മുടെ എ റഹ്മാന് അവാർഡ് കിട്ടാത്തന്നെ ഒരു പാട്ടിനെ കുറിച്ച് റഹ്മാനെ ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ എന്ന് പറയാൻ കേട്ടില്ല ഏറ്റവും പൊട്ട പാട്ടാണത്, ഏറ്റവും മോശമായ പാട്ടാണ് ആ പാട്ട്. ആ പടത്തിലൊരു ആവശ്യമേ അല്ല, ഒരു ഘടകമേ അല്ലാതെ. ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ അതിന് വലിയ ഒരു ഹോംവർക്ക് ചെയ്യണമായിരുന്നു.